പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിലൊരു ചൊവ്വാഴ്ച കൂടി നമ്മുടെ കർത്താവിൻ്റെ മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ഓരോരോ മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും നമുക്ക് ഈ മാധ്യമത്തിലൂടെ ഒരുമിച്ച് കൂടുവരുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട ഗായക സംഘത്തോട് ചേർന്ന് നമുക്കും നമ്മുടെ കർത്താവിൻ്റെ മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം, അതുപോലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തദാസനായിരിക്കുന്ന പ്രിയപ്പെട്ട ജോണി അറക്കപ്പടി, AP ജോണി അറക്കപ്പടി, കർത്താവിൻ്റെ വിലയേറിയ ദാസൻ നമ്മളോടൊപ്പം ഉണ്ട്. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് രാത്രിയിലെ സകല ശുശ്രൂഷകളും അനുഗ്രഹത്തിനാക്കി മാറ്റണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് രാത്രി ശുശ്രൂഷകൾ ആരംഭിക്കാം. കർത്താവിന് നന്ദിയോടെ മഹത്വം. മനോഹരമായ ഈ സായം സന്ധ്യയെങ്കിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. മനോഹരമായ ഒരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. നമ്മെ കാത്തു സൂക്ഷിച്ച, നമ്മെ പരിപാലിച്ച, നമ്മെ ഇതുവരെയും വഴി നടത്തിയ, രോഗാണുക്കളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ച, നമ്മെ സൗഖ്യത്തോടും സന്തോഷത്തോടും കൂടെ ദൈവസന്നിധിയിലാക്കി നിർത്തിയ ദൈവത്തെ മനോഹരമായ സന്ധ്യയെങ്കിൽ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഒരു വാക്ക് ഈ മനോഹരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവോടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ മാധ്യമത്തിലൂടെയുള്ളതായ ഈ ഓൺലൈൻ പ്രോഗ്രാം ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഉയർത്തുവാൻ, നിന്റെ നാമത്തിന് മഹത്വം തരുവാൻ ദൈവമക്കളായ ഞങ്ങളെ നീ എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. കഷ്ടത്തിലൂടെയും വേദനയിലൂടെയും കണ്ണുനീരിലൂടെയും ദൈവമക്കളായ ഞങ്ങൾക്ക് കർത്താവെ നിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വം കരയേറ്റുവാൻ ഞങ്ങളെ നീ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവെ ഈ സന്ധ്യയിൽ നിന്റെ ശുശ്രൂഷയിൽ ആമേനായിരിക്കുന്നതായ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇതുവരെയും നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇതുവരെയും പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ആ അനന്തവോടി സ്തോത്രങ്ങളാൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഹല്ലേലൂയ. നീ നടത്തിയതായ വിധങ്ങൾ ഓർക്കുമ്പോൾ, നീ കരുതിയതായ സ്ഥാനങ്ങൾ ഓർക്കുമ്പോൾ, നീ നൽകിയതായ ഓരോ നന്മകളും ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. ഈ സന്ധ്യകൾ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തട്ടെ കർത്താവേ. ഹല്ലേലൂയ. എല്ലാവരെയും ഒരേ ആത്മാവിന്റെ ഐക്യത്തിൽ അവിടുന്ന് നിർത്തുമാറാകണമേ. നന്ദിയോടെ സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ സന്ധ്യയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തട്ടെ. ഹല്ലേലൂയ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ദാവീദ് പറഞ്ഞു, ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക എന്ന്. ഹല്ലേലൂയ. ഈ നല്ല സന്ധ്യയെങ്കിൽ ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്തുവാൻ, ബലവാനായവന്റെ നാമത്തെ ഉയർത്തുവാൻ, ശക്തനായവന്റെ നാമത്തെ ഉയർത്തുവാൻ, ഹല്ലേലൂയ, രാജാതി രാജാവിന്റെ നാമത്തെ ഉയർത്തുവാൻ, ആമേൻ, കർത്താതി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മഹത്വമെല്ലാം അങ്ങേക്ക്, പുകഴ്ചയെല്ലാം അങ്ങേക്ക്. സകലമാനവും മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ,
ഇന്നലെ രാത്രിയിൽ പിതാവാം ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹത്തെ ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് പിന്നെയും ചേർന്ന് പാടി വലിയ നാമത്തെ ഉയർത്തിക്കൊണ്ട് ഈ വരികളെ ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ നമുക്ക് മഹത്വം കൊടുക്കാം. ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യസ്നേഹമേ. എന്തു നൽകും തുല്യമാ ഒന്നുമില്ല നാഥനെ, എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല നാഥനെ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം ആദരനെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം ആദരനെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ. കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യസ്നേഹമേ. സ്നേഹത്തെ ഓർത്തുകൊണ്ട് മുൾക്കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനെ, സ്വന്തം ജീവനെ ദൈവ കുഞ്ഞാടിനെ നന്ദി ചൊല്ലുവാൻ നാവ് പോരാ. നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ മോചനത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായ ആ നിത്യസ്നേഹത്തെ ഓർത്തുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി ചെയ്ത ഓരോ നന്മയും ഓർത്തുകൊണ്ട് രാത്രിയിൽ നന്ദിയോടെ ചേർന്ന് പാടി മഹത്വപ്പെടുന്നു. കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനെ, സ്വന്തം ജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരാ. മുൾക്കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനെ, സ്വന്തം ജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരാ. എന്തു നൽകും പകരമായി പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനെ, എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനെ. നന്ദിയോടെ അന്ത്യത്തോളം
എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം നാഥൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം നാഥൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ഇന്ന് രാത്രിയിൽ നമ്മൾ പാടിയതിൻ്റെ പാട്ടിൻ്റെ പൊരുൾ എന്തെന്ന് ചോദിച്ചാൽ, സ്വർഗം കാട്ടിയ ആ വലിയ രഹസ്യമാണ് ദൈവസ്നേഹം എന്നുള്ളത്. മാനവർക്ക് വേണ്ടി, നമ്മുടെ പാപത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ മേൽ ചുമത്തപ്പെട്ട പാപത്തിൻ്റെ കുറ്റത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് ബൈബിൾ മുഴുവനും എഴുതിയിരിക്കുന്നത്, ചമച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മളത് ചേർന്ന് പാടി ആ കർത്താവിനെ പിന്നെയും വാഴ്ചപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ എത്ര നല്ലവനാണെന്ന് അറിയാമോ? ഈ നമ്മുടെ ജീവിതം മുഴുവനും, നമ്മുടെ സ്തുതികൾ മുഴുവനും അവൻ്റെ സ്നേഹത്തിന് പകരം വെച്ചാലും മതിയാവുകയില്ല. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, അത്ര വലിയ സ്നേഹമാണ് പിതാവാം ദൈവം നമ്മോട് കാട്ടിയത്. ഒരിക്കലും ഒരു സാധ്യതയില്ലാത്ത ഇടത്താണ് പിതാവാം ദൈവം നമ്മോട് കാട്ടിയ സ്നേഹം. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, അവൻ്റെ മാർവിൽ ചാരിക്കൊണ്ട് ആ നൽകിയനായ ദൈവത്തെ, ഇന്ന് രാത്രിയിലും മാറാത്ത ദൈവത്തെ, നിത്യമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ ഈ രാത്രിയിൽ ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ നമുക്ക് പിന്നെയും ചേർന്ന് പാടി അവനെ മഹത്വപ്പെടുത്താം. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരി, എൻ്റെ ജീവിതത്തിലെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നാളും ഓരോ നിമിഷവും ആശ്രയിക്കുന്ന പാറയാകുന്ന, ഉറവിടമാകുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്തെന്നും സങ്കേതമേ. മനോഹരമായി വരികളെ ചേർന്ന് പാടിക്കൊണ്ട് അന്തരംഗത്തിൽ നിന്ന് സ്നേഹത്തോടെ അലിയ കർത്താവിനെ നമുക്ക് പിന്നെയും പാടി മഹത്വപ്പെടുത്താം. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, അങ്ങൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. മാർവിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനവൻ, വീരനായവൻ. മാർവിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനവൻ, വീരനായവൻ. എൻ്റെ കോട്ടയുമേ, എൻ്റെ ശരണവുമേ, അങ്ങൻ്റെ പരിചയവുമേ, എൻ്റെ പാറയുമേ, എൻ്റെ ജീവജലമേ, അങ്ങൻ്റെ ഉറവയാണ്. രാത്രിയിൽ അവനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളൊരു കാര്യം എല്ലാമാണ് കർത്താവായ യേശുക്രിസ്തു, ആ വലിയ ദൈവത്തെ
നാഥനെ, മാറാത്ത സ്നേഹിതനെ ഒരുമിച്ച് ചേർന്ന് പാടി വരികളിൽ പിന്നെയും പാടി മഹത്വപ്പെടുത്താം. എന്റെ കോട്ടയുമേ ശരണവുമേ അങ്ങൻ പരിചയുമേ എന്റെ പാറയുമേ എന്റെ ജീവജലമേ അങ്ങന്റെ ഉറവയാണേ എന്റെ കോട്ടയുമേ എന്റെ ശരണവുമേ അങ്ങന്റെ പരിചയുമേ പാറയുമേ എന്റെ പാറയുമേ എന്റെ ജീവജലമേ ഉറവയാണേ അങ്ങന്റെ ഉറവയാണേ യേശുവിനെ ആരാധിച്ചുകൊണ്ട് മാർവിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനവൻ വീരനാണവൻ മാർവിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനവൻ വീരനാണവൻ എന്റെ ഉടയവനേ എന്റെ ഭുജബലമേ അങ്ങന്റെ ഇമ്പാണേ എന്റെ ആരംഭമേ എന്റെ വാഗ്ദത്തമേ അങ്ങന്റെ ആമേനാണേ എന്റെ ഉടയവനേ എന്റെ ഭുജബലമേ അങ്ങന്റെ ഇമ്പമാണേ എന്റെ ആരംഭമേ എന്റെ വാഗ്ദത്തമേ അങ്ങന്റെ ആമേനാണേ മാർവിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനവൻ വീരനാണവൻ മാർവിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനവൻ വീരനാണവൻ ഹോസാന ഹോസാന ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതന ഉടയവനേ ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങി ഉന്നതന ഉടയവനേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയരാണ് യേശുവേ മാറാത്ത മിത്രമേ
എന്നുയിരെന്നുയിരാണ് ഉള്ളതുപോലറിഞ്ഞ് ഉള്ളം കയ്യാ ഉന്നതനായവനേ ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാ ഉന്നതനായവനേ ഉള്ളതുപോലെ അറിയുന്ന ദൈവം ഉള്ളതുപോലെ എന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവം യേശുവിന്റെ മിത്രമാണ്. ഉറക്കെ പറഞ്ഞ ആമേൻ. യേശുവേ ആരാധന മിത്രമേ യേശുവേ എന്നുയിരെന്നുയിരാണ് യേശുവേ ആരാധന മിത്രമേ യേശുവേ എന്നുയിരെന്നുയിരാണ് ഹൃദയത്തിൽ കവിച്ച പറഞ്ഞേ യേശുവേ ഹല്ലേലൂയ ഓ നിത്യപിതാവേ അങ്ങേക്ക് ആരാധന ഓ സർവശക്തനേ ഓ ഹല്ലേലൂയ യേശുവേ ആരാധന ആമേൻ യേശുവേ എന്നുയിരെന്നുയിരാണ് യേശുവേ മിത്രമേ എന്നേശുവേ എന്നുയിരെന്നുയിരാണ് എന്റെ മാറാത്ത മിത്രമാണ് എന്റെ മാറാത്ത മിത്രമാണ് പെറ്റമ്മ തള്ളിക്കളഞ്ഞാൽ ഉറ്റവർ ഉപേക്ഷിച്ചാൽ ഒരിക്കലും മാറാതെ നിത്യമായ സ്നേഹത്താൽ വറ്റാത്ത സ്നേഹത്താൽ എന്നെ സ്നേഹിച്ച എന്റെ കർത്താവ് നെഞ്ചിൽ കൈവച്ചുള്ളൂ പറഞ്ഞു യേശുവേ മാറാത്ത മിത്രമേ യേശുവേ മാറാത്ത മിത്രമേ നീ എന്റെ ജീവന്റെ ജീവൻ നീ എന്റെ ഉയിരാണോ നിന്നെ സ്നേഹിക്കും ഈ ലോകത്തെക്കാളും ഏറെ നിങ്ങൾ സ്നേഹിക്കും ഉള്ളതുപോലെ അറിയുന്ന കർത്താവിനെ രാത്രിയിലും ഉയർത്തി പറയുവാൻ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് നൽകിയ സ്നേഹത്തെ ഓർത്ത് എൻ്റെ അന്തരംഗത്തിൽ നിന്ന് ആത്മാവിലും സത്യത്തിലുമുള്ള ഒരു ആരാധന ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മുടെ കർത്താവിന് കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. തുറന്നുള്ള ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, എന്നോട് ദൈവം സംസാരിക്കുന്നതിന് വേണ്ടി, എൻ്റെ കുറവുകളെ ദൈവം കാണിച്ചു തരുന്നതിനു വേണ്ടി കൂടുതലായ കർത്താവിനോട് അടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നല്ല ദൈവമേ, ഇന്ന് നല്ല രാത്രിയിൽ ഈ നല്ല സമയത്ത് കർത്താവേ നീ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നൽകിയ നിത്യമായ മാറാത്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങളുടെ അന്തരംഗത്തിൽ നിന്ന് യേശു കർത്താവിനെ ഉയർത്തി പറയുവാനും നീ ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പറയുന്ന നിയന്ത്രിക്കുന്ന കർത്താവ് ലീഡ് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളെ ഉയർത്തി നമുക്ക് അല്പസമയം ദൈവത്തെ സ്തോത്രം ചെയ്യാം. സർവവല്ലഭനായ ദൈവത്തിന്, രാജാതിരാജാവായ കർത്താവിന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ നിന്നും ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനെ, തേജോമയനായവനെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ, അഗ്നിമയന്മാർ നോക്കി വിറയ്ക്കുന്നവനെ, 7 വിളക്കുകളുടെ നടുവിൽ ശോഭപൂർണനായവനെ, സർവശക്തനായവനെ, പിതാവായ ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റിയ ഹല്ലേലൂയ. ആരാധന സർവശക്തനായ ദൈവത്തിന്, ആരാധന രാജാതിരാജാവിന്, ആരാധന. ഹൃദയത്തിന്റെ ഉള്ളങ്ങളിൽ നിന്നും അല്പസമയം ആദരങ്ങളെ തുറന്ന് ഈ നല്ലവനായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആരാധന 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 അങ്ങേക്കാരാധന ആരാധന
ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, ജീവനേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന ആരാധന പിതാവേ, ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. അത്ഭുതമന്ത്രിയേ, ആരാധന ആരാധന. ഓ സ്നേഹപിതാവേ, അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ഞങ്ങളുടെ രാജാധിരാജാവേ, അങ്ങേക്ക് ആരാധന. ആരാധന സൗഖ്യദാതാവേ, അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാ. ഞങ്ങൾ നടത്തിയ വഴികൾക്ക് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറന്നു തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുറന്ന് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ കർത്താവേ. നിരദാസനിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവേ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഐസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡീനിലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജസ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബാജിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശുശ്രൂഷകൾ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട ബിബിന് വേണ്ടി മേൽദ ജോർജിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിച്ച പ്രിയപ്പെട്ട ജോണി സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുന്ന കർത്താവിന്റെ ദാസൻ സാമല്ല പിളിപ്പിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ. അവിടുന്ന് പ്രാർത്ഥനയെ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാത്രി പിന്നെയും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടവരുത്തുന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയിലേക്ക്, തുറന്നുള്ള ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതുവരെയും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. ഇന്ന് നമ്മോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പ്രിയപ്പെട്ട സാം അല്ലപ്പള്ളിയാണ്. സാം ഉപദേശി കർത്താവിന്റെ വിലയേറിയ ദാസനാണ്. ധാരാളമായി നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ മീറ്റിങ്ങുകളിൽ ശുശ്രൂഷിച്ച ദൈവദാസനെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. വിവിധങ്ങളായ രീതിയിൽ ക്രൈസ്തവ സഭയ്ക്ക് ധാരാളമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ഇന്ന് ഈ ആത്മീക ശുശ്രൂഷയിൽ കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ പങ്കെടുക്കുന്നുണ്ട്. അത് എല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അടിമാലിയിൽ നിന്ന് പ്രിയപ്പെട്ട ഷൈജം ബ്രദറുണ്ട്, അതുപോലെ പ്രിയപ്പെട്ട ജോണം വർഗീസ് സാറുണ്ട്, എബി മല്ലപ്പള്ളി ഉണ്ട്, അതുപോലെ തന്നെ കുമ്മനാട് പ്രിയപ്പെട്ട എൽദോപ്പോൾ സഹോദരനും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. എല്ലാ വിലയേറിയ കർത്തദാസന്മാരെയും ഞങ്ങൾ വന്ദനം പറയുകയാണ്. സ്നേഹത്തോടെ നിങ്ങളുടെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എവേക്ക് ഇന്ത്യ മിഷനിലെ പ്രിയപ്പെട്ട മിസ്റ്ററി ആയിരിക്കുന്ന ബിനീഷുണ്ട്. ഇതെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. ഒരുമിച്ചുള്ള ഈ പ്രത്യേക സംവിധാനത്തിലുള്ള കൂട്ടായ്മ ഞങ്ങളതിൽ വലിയ വില കൽപ്പിക്കുകയാണ്. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ട എബി മല്ലപ്പള്ളി കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടു സഹോദരനായ പ്രിയപ്പെട്ട ബോണിയുടെ പിതാവ് ടെറൻസ് എന്നാണ് പേര്. ഇപ്പോൾ കോലഞ്ചേരി ഹോസ്പിറ്റലിലാണ്. പ്രിയപ്പെട്ട ബോണിയുമെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്.
നാളെ ബോൺമാരോ ടെസ്റ്റിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആ ടെസ്റ്റ് നടത്താൻ തന്നെ അല്പം പ്രായോഗിക തടസ്സങ്ങളുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ദൈവത്തിന് സ്തോത്രം. അതോടൊപ്പം തന്നെ ധാരാളം പ്രിയപ്പെട്ടവർ രോഗത്തിൻ്റെയും ഭാരത്തിൻ്റെയും നടുവിലായിരിക്കുന്നുവല്ലോ. നമുക്ക് അവരെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മളോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട ഷീബ സഹോദരിയുടെ മകൻ ദാവീദ് പ്രിയപ്പെട്ട കുഞ്ഞിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രോഗത്തിലായിരിക്കുന്ന ധാരാളം പേർ നമ്മളോട് പ്രാർത്ഥന സഹായം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കൂട്ടു സഹോദരി കൂടിയായ പ്രിയപ്പെട്ട മിനി സഹോദരി 2 ദിവസമായിട്ട് ശക്തമായ തലവേദനയാൽ ഭാരപ്പെടുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മിനി സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മിഷണറി അർജുൻ ബാരിക്കിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയെല്ലാം ശനി ഞായറും ലോക്ക്ഡൗൺ ആണ്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിൽ കോവിഡ് ഇല്ലെങ്കിലും അവരുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ കോവിഡ് വന്ന് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. സമയത്ത് ഒറീസയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ മിഷണറി അർജുൻ ബാരിക്കിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ട എബി മല്ലപ്പള്ളി ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങിയാട്ടെ. പ്രത്യേകമായിട്ട് ഇപ്പോൾ കോഴഞ്ചേരി ഹോസ്പിറ്റലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബോണിയുടെ പിതാവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടു സഹോദരൻ പ്രിയപ്പെട്ട ബോബിഷ് ഇന്നലെ ബൈപ്പാസ് സർജറി കഴിഞ്ഞു. ഇപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ വിശ്രമത്തിലാണ്. ഇന്നലെ സർജറി കഴിഞ്ഞു. ICUവിൽ നിന്ന് ഇന്ന് ഇറങ്ങും എന്നുള്ളതാണ് അറിഞ്ഞ്. ഇന്നലെ നാളെ ഇറങ്ങുന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ബോബിഷിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതിനുശേഷം പ്രിയപ്പെട്ട സാമല്ലപ്പള്ളി നമ്മോട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവദാസൻ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സൂം മീറ്റിങ്ങിലൂടെ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ നീ വന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും കഷ്ടതയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, ഇപ്പോൾ പേര് പറയപ്പെട്ട സകല രോഗികളെയും പ്രയാസത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും മിഷൻ ഫീൽഡിനെയും എല്ലാം ഓർത്ത് ഞങ്ങൾ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിന്റെ ശക്തി രാത്രി അയച്ച് സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം കൊടുക്കണമേ. ദേശത്ത് വിടുതൽ നൽകണമേ. വിവിധ നിലകളിൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കണമേ. ഇന്ന് ഈ കൂട്ടായ്മ വിവിധയിടങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ആത്മീകമായി ഇന്ന് രാത്രിയിൽ ഒരു പുത്തൻ ബലം ഞങ്ങൾക്ക് പകരണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. ദാസൻ ദൈവവചനം പങ്കിടുമ്പോൾ വചനത്താലുള്ള ശക്തി വ്യാപരിക്കണമേ. ദൈവവചനത്താലുള്ള സൗഖ്യം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയനേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ഞങ്ങളുടെ കഷ്ടതകളിലും ഞങ്ങളുടെ ഭാരങ്ങളിൽ ഇന്നുവരെ നീ കേട്ടതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയെ മാനിക്കണമേ. ദൈവനാമം മഹത്വമെടുക്കണമേ. ഈ രാത്രികാലം വിടുതലിന്റെ രാത്രിയാക്കണം, സൗഖ്യത്തിന്റെ രാത്രിയാക്കണം, അത്ഭുതങ്ങളുടെ രാത്രിയാക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംവാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും പേര് ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണം. രാത്രി സകല മഹത്വം അങ്ങെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. Gospel according to Saint John chapter 16 verse number 22. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖം ഉണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, മനോഹരമായിരിക്കും നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. നിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ അല്ലപ്പറയിലുള്ളതായിരിക്കുന്ന ഹെവൻലി യൂത്ത് മിനിസ്ട്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളിലൂടെ ചെയ്യുന്ന വലിയ വേലയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാനായിട്ട് പേര് പറഞ്ഞ കർത്താവെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. സൗഖ്യവും വിടുതലും അവിടെ നയിക്കണമേ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന പ്രിയദാസനായി, നാളെ ബോൺമാരോയ്ക്ക് വേണ്ടി വിധേയനാകുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവനായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും സാന്നിധ്യം ഒക്കെ കൂടിയിരുന്നവർ അനുഗ്രഹിച്ചാൽ അല്പസമയം നിന്റെ വചനത്തിന് ഞങ്ങൾ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളോടും സംസാരിക്കണം. പ്രത്യേകിച്ച് കർത്താവെ തടസ്സങ്ങളൊന്നും കൂടാതെ വണ്ണം വചനം
കൃപയോടെ ശുശ്രൂഷിപ്പാൻ അടിയനും ഭാഗ്യം തരണം. ക്രൂശിന്റെ മറവിൽ അടിയനെ മറയ്ക്കണം. രക്തത്താൽ അടിയനെ ശുദ്ധീകരിക്കണം. അദ്ദേഹത്തെയും ഹൃദയത്തെ അവിടുന്ന് കഴുകണം. വചനം വിളമ്പാനുള്ള കൃപ തരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അനുഗ്രഹീതമായിരിക്കുന്ന ദിവസത്തിന്റെ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മനോഹരമായിരിക്കുന്ന ഈ രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ ഒരു എളിയ സാക്ഷിയായി ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവം എനിക്ക് തന്ന വലിയ പദവിയെ ഓർക്കുന്നു. ഈ അവസരം ഒരുക്കി തന്ന ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട എൽദോസ് ബ്രദറിനോടും ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ കർത്തൃദാസന്മാരോടും പ്രിയപ്പെട്ടവരോടും ഉള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ആത്മാർത്ഥമായിട്ട് അറിയിക്കട്ടെ. നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മളിപ്പോൾ ആ സാഹചര്യമായിട്ടൊക്കെ അതിനോട് എന്താ പറയുന്നത്, നമ്മൾ യൂസ്ഡ് ആയി തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളെ ചിന്തിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിന് നടുവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിച്ച വേദഭാഗം അതിനോട് അനുബന്ധിച്ച് ഉള്ള ഒരു വേദഭാഗമാണ്. യേശു ക്രിസ്തുവും ശിഷ്യന്മാരും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു കോൺവെർസേഷൻ, കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, ആഘോഷങ്ങളും സന്തോഷകരമായിരിക്കുന്ന അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ശിഷ്യന്മാരും കർത്താവും മുൻപോട്ട് പോകുകയാണ്. പെട്ടെന്നാണ് 14-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സാഹചര്യം ഒന്ന് മാറി മറിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. യേശു കർത്താവ് അവരോട് പറയുകയാണ്, 14-ാം അധ്യായം തുടങ്ങുന്നതിന്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാവുന്ന വേദഭാഗമാണ്. പല കാര്യങ്ങൾ കർത്താവ് പങ്കുവെച്ചു. അവർക്ക് ഏറ്റവും വേദനയും ഭാരവും നിറഞ്ഞ വേദഭാഗമാണ് 16-ാമത്തെ അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞോന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോനെ കഴിഞ്ഞിട്ട് നിങ്ങൾ കാണും എന്ന് പിതാവിന്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മളോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു, അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്ന് അവര് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരും ശുശ്രൂഷയുടെ അനുഗ്രഹകരമായിരിക്കുന്ന നടത്തിപ്പ്, അനുഗ്രഹങ്ങൾ, ശുശ്രൂഷകൾ ഭംഗിയായി പോകുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ശിഷ്യന്മാര് ചിന്തിക്കാത്ത ഒരു സംഭവം അവരുടെ നടുവിലേക്ക് കടന്നു വരികയാണ്. കർത്താവ് അത് കൺക്ലൂഡ് ചെയ്ത് അവരോട് പറയാണ്, നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖം ഉണ്ട്. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന വിഷയം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്ന് പോകും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സുഗമമായിരിക്കുന്ന അന്തരീക്ഷത്തിനൊരു മാറ്റം വരുമ്പോൾ, അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഒരു താൽക്കാലിക വിരാമം ഇവിടെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള ബന്ധത്തിൽ ദുഃഖം ഉണ്ട്. എന്നാൽ ആ ദുഃഖത്തിന്റെ നടുവിൽ പറയാണ്, എങ്കിലും ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കാണും. നിങ്ങളെ കാണുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. ഇന്ന് രാത്രിയിൽ സമയത്തിനകത്ത് നിന്നുകൊണ്ട് 4 കൊച്ചു കാര്യം നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. ഈ വചനത്തോടുള്ള ബന്ധത്തിൽ 4 വാക്കുകൾ ഞാൻ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുക. ഒന്ന്, there is an intervention. സുഗമമായി കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ആ വാക്ക് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതൊരു പലപ്പോഴും മെഡിക്കൽ ടേമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഹാർട്ട് സർജറിയോടൊക്കെ ഉള്ള ബന്ധത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടപെടൽ അവിടെ സംഭവിക്കുകയാണ്. എല്ലാ സുഗമമായി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇടപെടൽ അവിടെ സംഭവിക്കുകയാണ്. ഞാൻ ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു സങ്കീർത്തന വേദഭാഗം ചേർത്ത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. 139-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം ഏറ്റവും സന്തോഷകരമായി ഇതിനോട് ചിന്തിക്കാൻ പറ്റിയൊരു വേദഭാഗമാണ്. എന്താണ് 139-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത്? ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നീ മുൻപും പിൻപും എന്നെ അടച്ചു. ഏറ്റവും നന്നായി പൊക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. എല്ലാം ഭംഗിയായി പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സന്തോഷകരമായിരിക്കുന്ന അനുഭവത്തിലൂടെ പൊക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു, മുൻപോട്ടും പോകാൻ പറ്റുന്നില്ല, പുറകോട്ടും പോകാൻ പറ്റുന്നില്ല, നീ എന്റെ മുൻപും അടച്ചു പിൻപും അടച്ചു.
നമുക്ക് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഈ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. ഈ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമമാണ് അല്ലേ? ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമമാണ് അല്ലേ? നമ്മൾ ഐസൊലേഷനിൽ പോകണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിഷമമാണ്. ഇവിടെ നോക്കിക്കേ, നീ മുൻപും പിൻപും അടച്ചു. നമുക്ക് ദുഃഖമുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ, നമ്മൾ ദുഃഖത്തിലാണെന്നറിയാം. പക്ഷെ ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, കർത്താവ് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ സങ്കീർത്തനക്കാരനോടുള്ള ബന്ധത്തിൽ പറയാണ്, ശാന്തമായി ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ വലിയ പദ്ധതി എന്താണെന്നറിയാമോ? നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാനാണ് ദൈവം മുൻപും പിൻപും അടയ്ക്കുന്നത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇങ്ങനെ പോയാൽ നാം എവിടെ ചെന്ന് അവസാനിക്കുന്ന ദൈവത്തിനറിയാം. എന്നാൽ അവനൊരു കൊതിയുണ്ട് നാം എവിടെ ചെന്ന് അവസാനിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ എന്തോ ചെയ്തെന്നറിയാമോ? മുൻപും അടച്ചു, പിൻപും അടച്ചു. ഞാൻ അതിനോട് ചേർത്ത് പറയട്ടെ, സന്തോഷം തരുന്ന ഒന്ന് രണ്ട് കാര്യം ഞാൻ ചേർത്ത് പറയാം. മുൻപും പിൻപുമേ അടച്ചുള്ളൂ കേട്ടോ. മുകൾ വശം ഇതുവരെ അടയ്ക്കാത്തതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാ ഇന്ന് രാത്രിയിലും അർഹതയില്ലാത്ത പലതും അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ ദൈവത്തിന് സ്തോത്രം. കരുണയും കൃപയും രണ്ട് വാക്കുകൾ നമുക്ക് നന്നായിട്ടറിയാം. കരുണയെന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? ന്യായമായി എനിക്ക് ലഭിക്കേണ്ട ചില ശിക്ഷകളുണ്ട്, അത് തമ്പുരാൻ പറഞ്ഞു നിനക്ക് തരാൻ പോകുന്നില്ല, അതാ കരുണ. കൃപ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? നീ അർഹതയുള്ളവനല്ല, പക്ഷെ ഞാൻ നിനക്ക് തരിക ചിലതൊക്കെ. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് രാത്രി കരുണ അനുഭവിക്കുന്നവരാണ്, കൃപ അനുഭവിക്കുന്നവരാണ്. ദൈവത്തിലെ എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ യോഗ്യത കൊണ്ടല്ല. ഹല്ലേലൂയ. അവൻ മുകൾ വശം ഇന്നും അടയ്ക്കാഞ്ഞതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മാത്രമല്ല കേട്ടോ, അടച്ചേച്ച് അവൻ പുറത്തല്ല, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ലോകവും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാമോ? ലോകത്തിന്റെ പ്രത്യേകത അടച്ചേച്ച് അവര് പുറത്തു നിൽക്കും, നമ്മൾ അകത്ത് തീരുന്നുണ്ടോന്നറിയാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ആരാന്നറിയാവോ? അവൻ അടച്ചേച്ച് കൂടെ നിൽക്കുന്ന ദൈവം തമ്പുരാനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവേദലേ ഇന്ന് നിലനിൽക്കുന്നതിന്റെ കാര്യം എന്നാന്നറിയാമോ? അവന് കൂടെ നിൽക്കാൻ കരുണയുണ്ടായത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. അവൻ കൂടെ നിൽക്കാൻ നമ്മളോട് കാണിച്ച കൃപ കൊണ്ടാ കേട്ടോ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ പറഞ്ഞു, മുകൾ വശം അടച്ചില്ല കുഞ്ഞ്. 2, ഞാൻ നിന്റെ കൂടെയുണ്ട്. 3, എന്റെ കൈ നിനക്ക് വേണ്ടിയിട്ടുണ്ടടാ മോനെ. ഹല്ലേലൂയ. നീ വിഷമിക്കണ്ട, എന്റെ കൈ നിന്റെ തോളിലുണ്ട്. ഹല്ലേലൂയ. എന്റെ കൈ നിന്റെ മേൽ ഞാൻ വെച്ചിരിക്കുക. ഏത് കൈയാണ്? ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. തിരുത്തുന്ന കൈ, രൂപാന്തരപ്പെടുത്തുന്ന കൈ, അത്ഭുതങ്ങളുടെ കൈ, അതിശയങ്ങളുടെ കൈ, ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം എന്റെ മേൽ വെച്ചിരിക്കുന്നതിനായി ഒരു ദൈവദാസൻ നിലയിൽ ഞാൻ ഒരു കാര്യം കൂടെ എന്റെ നോട്ട്സിൽ കുറിക്കാം. എന്തിനായി അടച്ചെന്നറിയാവോ? എന്നെ രൂപാന്തരപ്പെടുത്തി പുറത്തു കൊണ്ടുവരാനാ. എന്തോ രൂപാന്തരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്നിലെ കുറവുകളെ, എന്നിലെ പോരായ്മകളെല്ലാം കഴുകിക്കളഞ്ഞ് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാ. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ഒത്തിരി സന്തോഷിക്കാറുണ്ട് ഒരു ദൈവദാസൻ നിലയിൽ. എന്താണെന്നറിയാമോ കുഞ്ഞെ? നിന്നെ ഞാൻ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ നിന്റെ കുറവുണ്ടല്ലോ, നിന്റെ മുമ്പിലുള്ളവരും കാണണ്ട, നിന്റെ പിമ്പിലുള്ളവരും കാണണ്ട, ഞാൻ മാത്രം കണ്ടേച്ചാ മതി കുഞ്ഞെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരെയും കാണിക്കാത്ത ആ കൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കുറവിനെ പുറത്തെടുത്ത് കാണിക്കുന്ന ഒരു ദൈവമായിരുന്നുവെങ്കിൽ നമ്മിൽ എത്ര പേർ ഇന്ന് രാത്രി ഈ കൂടാരത്തിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് അവകാശികളായി തീരുവാൻ, ശുശ്രൂഷയെ നിൽക്കുവാൻ കഴിയുമായിരുന്നു. കൃപയാൽ ആരെയും കാണിക്കാത്തതിനായി. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ 6-ാം വാക്യം, the most beautiful word in that verse, in that chapter, എന്നാന്നറിയാമോ? ഈ പരിജ്ഞാനം, ഈ മുമ്പിൽ പറഞ്ഞ പരിജ്ഞാനമേ, ഈ അടച്ചേച്ച് കൂടെ നിൽക്കുന്നതും അടച്ചേച്ച് കൈ തോളെ വെക്കുന്നതും ആരും അറിയാതെ പുറത്തു കൊണ്ടുവരാനായിട്ട് രൂപാന്തരപ്പെടുത്തി അടയ്ക്കുന്നതും മുഖവശം അടയ്ക്കാത്തതുമായ ദൈവകൃപയുണ്ടല്ലോ, അത് ആഴത്തിൽ മനസ്സിലാക്കിയ സങ്കീർത്തനക്കാരൻ പറയും, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഹല്ലേലൂയ ഉന്നതമായിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവവേദലേ ദുഃഖമുണ്ടെന്നുള്ള സത്യമാ. തകർക്കാനല്ല കേട്ടോ, തള്ളിക്കളയാനല്ല കേട്ടോ, പണിഞ്ഞു പുറച്ചു കൊണ്ടുവരുവാനാ. ദൈവത്തിന് സ്തോത്രം. നന്നായി രൂപാന്തരപ്പെടുത്തിയെടുക്കാനായിട്ടാ. അപ്പോൾ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിച്ചത്, there is an intervention. നമ്മൾ ആഗ്രഹിച്ച പോലൊന്നും അല്ല. ചില പ്രാർത്ഥനയ്ക്കൊക്കെ പെട്ടെന്ന് മറുപടി കിട്ടും.
ചില പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു മറുപടിയും കിട്ടത്തില്ല. ചില പ്രാർത്ഥനയ്ക്കൊക്കെ ഹല്ലേലൂയ കുറച്ചുകൂടി ഒരു ഡിലേ തരും കേട്ടോ. ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. അപ്പൊ 3 D ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. There is a direct answer, there is a delayed answer, there is a denied answer. ഞാൻ പറയും there is a 4th D. There is a different answer. ഹല്ലേലൂയ. ചോദിച്ചതല്ല പലപ്പോഴും കിട്ടിയത് കേട്ടോ. ഹല്ലേലൂയ. അതിനേക്കാൾ മനോഹരമായതാ കിട്ടിയിട്ടുള്ളത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലതൊക്കെ തമ്പുരാൻ വേണ്ട എന്ന് പറഞ്ഞതിനായി സ്തോത്രം, ചിലതൊക്കെ താമസിച്ചതിനായി സ്തോത്രം, ചിലതൊക്കെ തമ്പുരാൻ ഉടനെ തന്നതിനായി സ്തോത്രം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഞാൻ ചോദിച്ചതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് തന്നതിനായി, മനോഹരമായി തന്നതിനായി ദൈവത്തിന് നന്ദിയോടെ നന്ദിയോട് സ്തോത്രം. അപ്പോൾ ജീവിതത്തിനകത്ത് ഈ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ദുഃഖമുണ്ട്. പക്ഷേ the second word, not only there is an intervention, there is a visitation. ഈ ദുഃഖത്തിന്റെ നടുവിൽ ഒരു സന്തോഷം അവിടെ ഉണ്ട് കേട്ടോ. എങ്കിലും ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കാണും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് നിന്റെ ദുഃഖത്തിന് നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്, കടന്നു വരുന്നൊരു ദൈവമുണ്ട്, സന്ദർശിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ മുഖത്തേക്കാ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ദൈവം ആരാന്നറിയാമോ? ദുഃഖമുണ്ട്, because he has intervened. അവൻ ഇന്റർവീൻ ചെയ്തിട്ടുണ്ട്. But there is a happy moment in my life because he is going to visit me. എന്നെ അവൻ സന്ദർശിക്കാനായിട്ട് പോവുക. 3 കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശിഷ്യന്മാരോടായി സംസാരിക്കുന്നത് കേട്ടോ. 1 ശ്രദ്ധിച്ചോണേ, വാതിലടച്ച് യഹൂദന്മാരെ പേടിച്ച് അകത്തിരിക്കെ യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. വിസിറ്റ് ചെയ്ത് കണ്ടോ? at the time of fear, പേടിച്ചിരിക്കുക. അതുകൊണ്ട് അകത്തുനിന്ന് കുറ്റിയിട്ട് അകത്തിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഈ അകത്ത് കുറ്റിയിട്ട് അകത്തിരിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുവന്റെ വിസിറ്റേഷൻ അവിടെ ഉണ്ടായി കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിലെ at the time of fear, ഈ രാത്രിയിൽ എവിടെ ഇരുന്ന ഈ ശബ്ദം കേൾക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്റെ മുറിയിൽ ഇറങ്ങുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ. പ്രൈസ് ദി ലോർഡ്. ലിസി ഹോസ്പിറ്റലിൽ നിന്റെ മുറിയിൽ ഇറങ്ങുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നീ ഇരിക്കുന്ന മുറിയിൽ ഇറങ്ങി വരുവാൻ. വാതിൽ അടച്ചിരിക്കുക. That's the truth. സത്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അടച്ചതിനകത്ത് വരാൻ കഴിയുന്ന ഒരുവനുണ്ട്. At the time of fear. 2 നോക്കിക്കേ, വാതിലടച്ച് അകത്തിരിക്കുമെന്ന് മാത്രമല്ല കേട്ടോ, പുറത്തിറങ്ങിയ ഒരു സമയമുണ്ട്. ഈ പുറത്തിറങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, നിങ്ങൾ വരുന്നുണ്ടേ വാ, ഞാൻ പോവാ കേട്ടോ. സഹോദരൻ, നീ എവിടെ പോവാ? പഴയ പടകും വലയൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പോവാ മീൻ പിടിക്കാൻ. അവര് പോയി, ഒരുപാട് അധ്വാനിച്ചു, ഒന്നും കിട്ടില്ല. അറ്റ് ദ ടൈം ഓഫ് ഫെയിലിയറെ തോറ്റ സമയത്തെ, ഈ ഫെയിലിയറിന്റെ സമയത്ത് ആരെ വിസിറ്റ് ചെയ്തെന്നറിയാമോ? യേശു അവിടോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഒന്നുമില്ല, അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല കർത്താവേ, ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാ വന്നേ. വിഷമിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി കനൽമേ ചുട്ടത് എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിലെ അറ്റ് ദ ടൈം ഓഫ് ഫെയിലിയർ, ഈ രാത്രി പരാജയത്തിന്റെ നടുവിലാണോ? പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി തരാൻ കഴിയുന്ന ഒരു ദൈവം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി അവൻ വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഒന്നും അങ്ങോട്ട് കൊടുത്തിട്ടല്ല കേട്ടോ, നിനക്ക് വേണ്ടി അവൻ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളുടെ കുടുംബത്തിലെ ഈ അടുത്ത സമയത്ത് രോഗിയായി ഭാരപ്പെട്ട ഒരു സഹോദരി വളരെ പ്രയാസം അനുഭവിച്ചു. അപ്പോൾ ഈ പ്രയാസം അനുഭവിച്ച സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, വളരെ മേജർ ആയിട്ടുള്ള ചില സർജറിയിലൂടെ ഒക്കെ കടന്നുപോയി. അപ്പോൾ ഈ സഹോദരിക്ക് ഒരു വലിയ ആഗ്രഹം, ടിവിയിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ എന്റെ ഒരു പരിമിതി കൊണ്ടാണോ എന്ന് അറിയത്തില്ല, എന്റെ ആത്മീയമായ കാഴ്ചപ്പാടിന്റെ കുറവ് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഞാനത് വലുതായിട്ട് പ്രോത്സാഹിപ്പിച്ചില്ല. എന്നാൽ വീണ്ടും 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 കമ്പൽ ചെയ്തത് കൊണ്ട് വിളിച്ചു. ആ ദൈവദാസനെ കിട്ടി, ഫോണിൽ കൂടെ കിട്ടി. അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു കേട്ടോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അത്ഭുത വിടുതല, അത്ഭുത വിടുതല. 3 ദിവസം എന്നെ വിളിച്ചൊരു ഉപവാസ പ്രാർത്ഥനയും എന്റെ 1 ദിവസത്തെ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്താൽ അത്ഭുത വിടുതല. ഹല്ലേലൂയ. കർത്താവ് ചോദിച്ചു, കുഞ്ഞുങ്ങളെ
കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ചുട്ടത് നിങ്ങൾക്ക് തരാം. നിങ്ങൾ എനിക്കൊന്നും തന്നില്ലേലും, ഹല്ലേലൂയ, നിങ്ങൾ എനിക്കൊന്നും തന്നില്ലേലും നിങ്ങളുടെ ഫെയിലിയറിന്റെ ടൈമില് ഞാൻ നിങ്ങളെ വിസിറ്റ് ചെയ്യും. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമൗസിലേക്ക് പോകുക രണ്ടുപേര്. അവരുടെ പേര് ശിഷ്യന്മാരെന്നാ കൊടുത്തിരിക്കുന്നത്. അവര് പോകുമ്പോൾ അവർ സംസാരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോ? സംസാരിക്കുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്, നിരാശപ്പെട്ട വാക്കുകൾ പറയുന്നുണ്ട്, കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, നീ മാത്രം ഇതൊന്നും അറിയുന്നില്ല, ഇതൊക്കെ എവിടുന്ന് വരുന്ന അറിയാമോ? അറ്റ് ദ ടൈം ഓഫ് ഫ്രസ്ട്രേഷൻ. 3 കാര്യം ഞാൻ പറഞ്ഞു: ഫിയർ, അറ്റ് ദ ടൈം ഓഫ് ഫെയിലിയർ, അറ്റ് ദ ടൈം ഓഫ് ഫ്രസ്ട്രേഷൻ. ഇത് 3ഉം നമുക്കുണ്ടാകും. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ചിലത് കടന്നു വരുമ്പോൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ പരാജയത്തിന് നടുവിൽ ഭയപ്പെട്ടു പോകാറുണ്ട്. ആ ഭയവും പരാജയവും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അതരത്തിന്ന് ചിലതൊക്കെ അറിയാതെ ഫ്രസ്ട്രേഷൻ. കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാനിവിടെ നിങ്ങളുടെ വീട്ടിലോട്ട് വരുക. അകത്ത് കയറിയേച്ച് അപ്പം എടുത്ത് വാഴ്ത്തി നുറുകി അവരുടെ കയ്യിലോട്ട്. ഇന്ന് രാത്രി ദുഃഖമുണ്ട്, വിഷമിക്കണ്ട, പക്ഷെ അവൻ നമ്മളെ വിസിറ്റ് ചെയ്യുന്നവന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹിസ് വിസിറ്റേഷൻ, എന്റെ കർത്താവിന്റെ വിസിറ്റേഷൻ ഉണ്ടല്ലോ. ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ വിസിറ്റേഷൻ ഉണ്ടല്ലോ. എപ്പോഴാ വിസിറ്റ് ചെയ്ത്? അറ്റ് ദ ടൈം ഓഫ് ഫെയിലിയർ, അറ്റ് ദ ടൈം ഓഫ് ഫിയർ, അറ്റ് ദ ടൈം ഓഫ് ഫ്രസ്ട്രേഷൻ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ പ്രായക്കാരനായ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദൈവദാസനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നതും അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുന്നതും അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ICC എക്സാം എഴുതാനായിട്ട് തുടങ്ങുന്നത് കൊണ്ട് 10th 9ാം ക്ലാസ്സിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നല്ലൊരു സ്കൂൾ ആയതുകൊണ്ട് സ്കൂളിലെ പ്രിൻസിപ്പാൾ അപ്പനെ വിളിച്ചു പറഞ്ഞു, സഹോദര, പ്രിയ പിതാവേ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇവൻ ജയിക്കത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇവന്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൻ ഒത്തിരി ഡിഫെൻഡ് ചെയ്തു. പക്ഷേ അപ്പന്റെ മുമ്പിൽ മകന്റെ കഴിഞ്ഞകാല പേപ്പർ എല്ലാം കൂടെ എടുത്തു വെച്ചപ്പോൾ TC മേടിച്ചുകൊണ്ട് പോരും, അല്ലാതെ നിവർത്തിയില്ല. അന്ന് രാത്രി വീട്ടിൽ വന്നപ്പോൾ അപ്പൻ മോനോട് ചോദിച്ചു, മോനെ, നിനക്ക് പഠിക്കാൻ കഴിവില്ലെങ്കിൽ നിനക്ക് എന്താ ഇഷ്ടമുള്ളേ? ഏതായാലും നിനക്ക് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും നീ പ്രൈവറ്റ് ആയിട്ട് എഴുതി നോക്കത്തു, പക്ഷേ പകൽക്കാല സമയത്തൊക്കെ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് ഗിറ്റാർ എനിക്ക് വലിയ ഇഷ്ടമാണ് പഠിക്കുന്നത്. നല്ലൊരു ഗിറ്റാറിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. അന്ന് രാത്രി ഗിറ്റാർ പഠിപ്പിക്കുന്ന ആള് പറഞ്ഞു, സാറേ, വെറുതെ ഇവനെ മെനക്കെട്ട് ഇങ്ങോട്ട് വിടണ്ട, അവൻ ഗിറ്റാർ പിടിക്കുമ്പോഴേ അറിയവൻ ജീവിതത്തിൽ ഗിറ്റാർ വായിക്കും. സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു, പഠിക്കാൻ പോയ ഗിറ്റാർ സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടു, ഇനി രക്ഷയൊന്നുമില്ല. അപ്പോൾ ഈ സഹോദരൻ എന്തോ തീരുമാനിച്ചെന്നറിയാവോ? ഇനി എന്തിനാ ഭാരമായിട്ടിരിക്കുന്നേ? അന്ന് രാത്രി കിടക്കുമ്പോൾ ഒത്തിരി പ്ലാൻ ചെയ്തു കേട്ടോ, എങ്ങനെ മരിക്കണം, എവിടെ മരിക്കണം, ആരെയും വിഷമിപ്പിക്കാതെ എങ്ങനെ മരിക്കാൻ പറ്റും, എല്ലാം പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങി. രാവിലെ ഉണർന്നപ്പോൾ ഒരു പ്രാർത്ഥന കേട്ടോണ്ടാ ഉണരുന്നത്. സാധാരണ വീട്ടിൽ വരുന്ന ഒരു ഉപദേശി. അപ്പോൾ ആ കഥയുടെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ആ ഉപദേശിയാ. അപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപദേശിയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അപ്പനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഉപദേശി, എന്റെ ഇളയ മോൻ ഇവിടെയുണ്ട്, അവനിന്ന് സ്കൂളിൽ പോയില്ല. അതിനാ പോകാഞ്ഞേ? അവനെ ഇനി അങ്ങോട്ട് കൊണ്ടുചെല്ലണമെന്നാ പറഞ്ഞേ. ഉപദേശി അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അവനെ അടുത്തോട്ട് വിളിച്ചിട്ട് ഉപദേശി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഉപദേശി പറഞ്ഞു, മോനെ, നീ ഏതായാലും പകൽ വെറുതെ ഇരിക്കാനുള്ള 3 ദിവസത്തെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, നീ ഒന്ന് പങ്കെടുക്കുക. അപ്പോൾ മനസ്സിനകത്ത് ഒരു തീരുമാനം എടുത്തു, ഏതായാലും മരിക്കാൻ പോവല്ലയോ, അങ്ങനെയാണ് അപ്പന്റെ ഉപദേശിയുടെ ആഗ്രഹം ഒന്ന് മാനിച്ചേച്ച് മരിക്കുക. അങ്ങനെ ആ ക്യാമ്പിൽ പങ്കെടുത്തു. ഞാൻ ചുരുക്കി പറയട്ടെ, ക്യാമ്പിന്റെ ലാസ്റ്റ് ദിവസം ഓൾട്ടർ കോൾ കൊടുക്കുന്ന ദൈവദാസൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, വിരൽ ചൂണ്ടിക്കൊണ്ട്. ഈ യങ്സ്റ്ററിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മേ ബി യു ആർ എ യൂസ്ലെസ് ഫെലോ, ഒരു പക്ഷേ നീ ഒരു ഉപയോഗമില്ലാത്തവനായിരിക്കാം. നിന്റെ അപ്പനും നിന്റെ അമ്മയ്ക്കും നിന്റെ കൂട്ടുകാർക്കും നിന്റെ അധ്യാപകർക്കും നീ ഒരു പ്രയോജനമില്ലാത്തവനായിരിക്കും. പക്ഷേ ഇന്ന് രാവിലെ നിന്റെ കർത്താവിനെ നിന്നെ പ്രയോജനമുള്ളവനാക്കി തീർക്കാൻ ആഗ്രഹമുണ്ട്. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ സഹോദരൻ പറഞ്ഞ വാക്ക് ഞാൻ പറയാം കേട്ടോ. ഇടത്തോട്ട് നോക്കി വലത്തോട്ട് നോക്കിയിട്ട് പറയും, തമ്പുരാനെ, നിന്റെ വിളി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ചൂണ്ടിയ ആള് തെറ്റിപ്പോയി. കാരണം എന്നെ കൊണ്ട് ഒന്നിനും. ദൈവം തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ, നിന്നെ എനിക്ക് വേണ്ടേ. ഞാൻ ചുരുക്കി പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഏത് സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ,
ആ സ്കൂളുകാര് ഈ യൗവനക്കാരന്റെ ഒരു 20 മിനിറ്റ്സിന് വേണ്ടി കെഞ്ചി എന്നാ പറയുന്നത്. 20 മിനിറ്റിന് വേണ്ടി ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. ഗിറ്റാർ പിടിക്കത്തില്ലെന്ന് പറഞ്ഞവൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തേതും അതിന്റെ മുമ്പിലത്തേതും ഒളിമ്പിക്സിൽ, ഞാൻ പറയുന്നത് അല്ലപ്പുറ കൂട്ടായ്മയുടെ കാര്യമല്ല, ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വന്തമായി ഒരു ഗിറ്റാർ ഉണ്ടാക്കി അവിടുത്തെ ഇനാഗുറേഷൻ ഫംഗ്ഷന് ഗിറ്റാർ വായിച്ചവന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഇന്ന് രാത്രി ദൈവം ഇതിലെ ഗൂഗിളിനകത്തോ യൂട്യൂബിനകത്തോ എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ ബെന്നി പ്രസാദ് എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി, ആരാണെന്ന് മനസ്സിലാവും. ഇന്ന് രാത്രി തള്ളിക്കളഞ്ഞവനെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. തോറ്റുപോയവന്റെ അരികിൽ കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഉപേക്ഷിക്കുന്നവന്റെ അരികിൽ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദുഃഖമുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു സന്തോഷമുണ്ട്. കാരണം എന്നെ സന്ദർശിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, 6 വർഷവും 6 മാസവും 10 ദിവസം കൊണ്ട് 254 രാജ്യങ്ങൾ സന്ദർശിച്ച് ഈ കർത്താവ് വലിയവനാണെന്ന് പറഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ട മനുഷ്യനാണ് ഈ ബെന്നി പ്രസാദ്. തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി തീർക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന ദൈവവേദലേ, നിന്റെ പരാജയത്തെ ജയമാക്കി തരുവാൻ, ഹല്ലേലൂയ, നിന്റെ സംസാരത്തെ അനുഗ്രഹത്തിന്റെ ശബ്ദമാക്കി തീർക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഭയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്ന സ്ഥലത്ത് സന്ദർശിക്കുന്ന ഒരു ദൈവമാണ്. 2 വാക്യം പറഞ്ഞു, സമയം പോയല്ലോ. ഇന്റർവെൻഷൻ, 2 വിസിറ്റേഷൻ, 3 നോക്കിക്കേ. വിസിറ്റേഷൻ മാത്രമല്ല കേട്ടോ, അതിനോട് ചേർത്ത് പറഞ്ഞു, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. കണ്ടാൽ എന്നാ ഗുണം? നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. എന്റെ അപ്പൻ എന്നെ വിസിറ്റ് ചെയ്താൽ there is a transformation. Hallelujah. ഇന്ന് രാത്രി there was an intervention, സ്തോത്രം, but there is a visitation. എന്റെ അപ്പന്റെ ഒരു സന്ദർശനമുണ്ട്. എന്റെ അപ്പൻ എന്നെ സന്ദർശിച്ചാൽ ദുഃഖമായിരുന്നു, പക്ഷെ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. He is ready to transform me. എന്റെ അപ്പനുണ്ടല്ലോ എന്നെ ട്രാൻസ്ഫോം ചെയ്യുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ഗദരദേശത്ത് ഒരു ഭൂതം ബാധിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു കേട്ടോ. ഭൂതഗ്രസ്തൻ എന്നൊക്കെയാ പുള്ളിയെ വിളിക്കുന്നത് കേട്ടോ. എവിടാ താമസിച്ചത്? കല്ലറയ്ക്കകത്താ താമസിച്ചത്. എവിടാ കിടന്നത്? കല്ലറയ്ക്കിടയിലാ കിടന്നത്. എന്താ ധരിച്ചിരുന്നത്? ഒന്നും ധരിച്ചിട്ടില്ല. എന്താ ആകപ്പാടെയുള്ള ചങ്ങല കൊണ്ട് ചുറ്റി. പക്ഷേ യേശു ക്രിസ്തു അവനെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സുബോധമുള്ളവനായി, അവന്റെ ഇരിപ്പിന് മാറ്റമുണ്ടായി, അവന്റെ സന്ദേശത്തിന് മാറ്റമുണ്ടായി. അന്ന് അവനെ ഒരു ഭ്രാന്തനെ പോലെ കണ്ടു ഭയപ്പെട്ടുവെങ്കിൽ ഇന്ന് ദൈവവചനത്താൽ നിറയപ്പെട്ടവനായി കൂടെയുള്ളവർ ഭയപ്പെടാൻ തുടങ്ങി. ദെക്കപ്പൊലി നാട്ടിലെ ഒരു സുവിശേഷകനായി സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവനെ ട്രാൻസ്ഫോം ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ അപ്പൻ തൊട്ടാലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. 2 പേരെ, എന്റെ ഭാവനയാട്ടോ, 2 പേരെ ഒരു സന്ധ്യാസമയം അങ്ങോട്ട് തുടങ്ങിയപ്പോഴുണ്ടല്ലോ, നമ്മൾ ആ താഴ്വരയുടെ ഇടയിൽ കൂടെ പോവാ കേട്ടോ. അപ്പൊ അതിന് ഒരുത്തൻ മറ്റവനോട് പറയടാ, ഇത് കുറച്ചൊന്നും അല്ലല്ലോടാ, ഇത് ഒരുപാട് അസ്ഥികളാണല്ലോ ഈ കിടക്കുന്നത്. അപ്പൊ മറ്റേ പുള്ളി പറഞ്ഞു, എടാ നോക്കിക്കേടാ, ഉണങ്ങിയ അസ്ഥിയാ കേട്ടോ, എന്തൊരു ഉണക്കൽ അസ്ഥിയാടാ ഇത്. അങ്ങനെ പറഞ്ഞേച്ച് അവരങ്ങ് പോയി. അവര് പരിപാടി, ഇത് വേദോസ്തവത്തിലില്ല കേട്ടോ, എന്റെ ഭാവനയാ. അവര് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുമ്പോ ഒരു ശബ്ദം കേൾക്കാം. എന്റെ ഭാവനയിലാ ഞാൻ പറയുന്നത്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്. എടാ ഈ താഴ്വരയിൽ അങ്ങോട്ട് പോയപ്പോ ഒരു അനക്കമില്ലായിരുന്നു, ഇതെവിടുന്നാടാ ഈ ലെഫ്റ്റ് റൈറ്റ്? അങ്ങോട്ട് പോയപ്പോ കണ്ടതായ അസ്ഥികൾ ഇപ്പോൾ ഒരു വലിയ സൈന്യമായി മാർച്ച് പാസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താ കാരണം എന്നറിയാമോ? യഹോവയുടെ ആത്മാവ് അവിടെ വിസിറ്റ് ചെയ്തു കേട്ടോ. സ്തോത്രം. There was a transformation. God's transformation ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, അസ്ഥിയോട് ചേർന്നു. അകത്തു വരേണ്ട ഞരമ്പ്, പുറത്തു വരേണ്ട ഞരമ്പ്. അത് കഴിഞ്ഞപ്പോൾ മാംസം അതിനെ പൊതിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ത്വക്കതിനെ പൊതിഞ്ഞു. ഞാൻ ഇങ്ങനെ പറയും,
പറയും when God finish you is finishing എങ്ങനെയാണെന്നറിയോ? പെർഫെക്റ്റ് ഫിനിഷിംഗ്. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പണിഞ്ഞാലുണ്ടല്ലോ, ഹല്ലേലൂയ, അസ്ഥിയോട് ചേർക്കും, പിന്നെ അതിനകത്ത് ഞരമ്പ് വരും, പിന്നെ മാംസം വരും, പിന്നെ ത്വക്ക് വരും, പിന്നെ അതിനെ എഴുന്നേൽപ്പിക്കും, പിന്നെ അതിന് ശ്വാസം കൊടുക്കും, പിന്നെ അതിനെ സൈന്യമാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവേദനയിലെ തമ്പുരാൻ ട്രാൻസ്ഫോം ചെയ്താലുണ്ടല്ലോ ആരും ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. എന്റെ ദൈവം തമ്പുരാൻ ട്രാൻസ്ഫോം ചെയ്താൽ ഇന്ന് രാത്രി ദുഃഖമുണ്ട്, വിഷമിക്കണ്ട കേട്ടോ. ബിക്കോസ് ഗോഡ് ഇന്റർവീൻഡ്. തമ്പുരാൻ ഇടപെട്ടോണ്ടാ ദുഃഖം വന്നേ. വിഷമിക്കണ്ട കേട്ടോ. പക്ഷെ ആ ദുഃഖം ഹല്ലേലൂയ ഒത്തിരി നാളില്ല. കാരണം ഒരു സന്ദർശനം വരാൻ പോകുക. there is a visitation. അവൻ വിസിറ്റ് ചെയ്താൽ there is a transformation. ഹല്ലേലൂയ. എന്റെ അപ്പൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ രൂപാന്തരം സംഭവിക്കാൻ പോകുക. only Jesus can make the difference. യേശുവിന് മാത്രമേ ഇന്ന് രാത്രി രൂപാന്തരം വരുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ അകത്തും പുറത്തും ഒരുപോലെ രൂപാന്തരം തരുവാൻ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ദൈവവേദനയിലെ ഈ അകത്തും പുറത്തും ഒരുപോലെ രൂപാന്തരം തരുവാൻ ഒരുവന് മാത്രമേ ഇന്ന് രാത്രി കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അവന്റെ മുമ്പിലാ ഇന്ന് രാത്രി ഇരിക്കുന്നത്, അവനോടാ ഇന്ന് രാത്രി പറയുന്നത്, അവന്റെ മുമ്പിലാ മുട്ടുമടക്കുന്നത്, അവനോടാ വേദന പങ്കിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തില് ഇപ്പോൾ തന്നെ അകത്തും പുറത്ത് രൂപാന്തരം വരുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഈ രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. There is a transformation. ഒരു കാര്യം കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാ കേട്ടോ. നിങ്ങളുടെ സന്തോഷം ആരും ഹല്ലേലൂയ നിങ്ങളിൽ നിന്ന് എടുത്ത് കളകയില്ല. There is a confirmation. ഒരു ഉറപ്പുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരുമെന്ന് മാത്രമല്ല, അപ്പച്ചന്റെ ഒരു ഉറപ്പുണ്ട് കൊടുക്കും. ഞാൻ തരുന്ന സന്തോഷം ഉണ്ടല്ലോ, ഞാൻ തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന്, അതുകൊണ്ടല്ലയോ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ചിരിച്ചോണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലയോ ഈ സങ്കടത്തിന്റെ നടുവിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലയോ ഈ പ്രയാസത്തിന്റെ നടുവിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇന്ന് രാത്രിയിലും ചെറുപ്പക്കാരായ സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. കാരണം തമ്പുരാൻ തന്ന സന്തോഷം ആർക്കും എടുത്തു കളയാൻ. ഇറ്റ് ഇസ് എ കൺഫർമേഷൻ. ഉറപ്പാ കേട്ടോ. എന്റെ അപ്പം തരുന്ന ഉറപ്പാ. എന്താ ഉറപ്പെന്നറിയാം? ഞാൻ തരുന്ന സന്തോഷം നിങ്ങൾ ഇന്നാരും, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ഇന്നാരും എടുത്ത് കളകയില്ല. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ ഇപ്പോഴുള്ളതിനോ, ഹല്ലേലൂയ, കൊറോണയ്ക്കോ ഇനി വരുവാനുള്ളതിനോ കാവസാക്കിക്കോ, ഹല്ലേലൂയ, ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നോ, ഇതിനൊന്നും എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ എന്നെ വേർതിരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ സന്തോഷേ എന്തുകൊണ്ടാ ഇത്രയും സന്തോഷം എന്നറിയാമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്തെ 24-ാമത്തെ അധ്യായത്തിനകത്തെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കേട്ടോ. വേഴ്സ് നമ്പർ 50, ചാപ്റ്റർ 24, വേഴ്സ് നമ്പർ 50, സെയിന്റ് ലൂക്ക്. അനന്തരം അവനവരെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ശ്രദ്ധിച്ചോണേ അടുത്ത വാക്യം. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. അടുത്ത വാക്യം നോക്കിക്കേ. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എങ്ങനെയാ മടങ്ങിച്ചെന്നേ? ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവൻ പോയി. ഇതുവരെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നു. പക്ഷെ യെരുശലേമിലേക്ക് പോയത് എങ്ങനെയാണെന്നറിയാവോ? അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്ന് പറഞ്ഞേ, കേൾക്കാനൊക്കത്തില്ലെങ്കിലും മഹാസന്തോഷത്തോടെ. എന്തുകൊണ്ട് ഈ മഹാസന്തോഷം ഉണ്ടായെന്നറിയാവോ? എന്റെ ഒരു ഭാവന ഞാൻ പറയാ കേട്ടോ. സ്വർഗം തുറക്കപ്പെട്ട ദൈവവേദനയിൽ മഹാസന്തോഷം ഉണ്ടാകും കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്റെ അപ്പൻ എനിക്ക് വേണ്ടി സ്വർഗം തുറന്നുവെങ്കിൽ ഞാൻ അവന്റെ പൈതലാണ്. അവൻ പോയെടുത്ത് ഞാൻ പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെട്ട ദൈവവേദനയെ, വേർപെട്ട ദൈവവേദനയെ, ദൈവത്തിന്റെ രക്ഷത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനയെ, ഇന്ന് രാത്രി എനിക്കൊരു സന്തോഷമുണ്ട്. എന്താ സന്തോഷം എന്നറിയാമോ? എനിക്കൊരു മഹാസന്തോഷമുണ്ട്. എന്താ മഹാസന്തോഷത്തിന്റെ കാര്യം? എനിക്ക് വേണ്ടി അപ്പൻ സ്വർഗം തുറന്നിരിക്കുക. ഇവിടുത്തെ ഒന്നും തുറക്കുന്നതിലല്ല സന്തോഷം. ഇവിടുത്തേതൊക്കെ തുറന്നു, സ്തോത്രം.
പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായത് അപ്പൻ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നതിനായി. ഇങ്ങനെയാണ് ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ, വാടിയ മുഖമൊക്കെ ഒന്ന് മാറട്ടെ, മഹാസന്തോഷം വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹാസന്തോഷം വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ, എൽദോ ബ്രദറിനെ പോലെ സൗന്ദര്യവും നിറവും ഒന്നും വർഗീസ് തോമസിന് കാണത്തില്ലായിരിക്കും, സാമുവേശി കാണത്തില്ല, പക്ഷേ ഉള്ളത്തിന്റെ ഒരു സന്തോഷമുണ്ട്. The grace is reflecting on my face. എന്റെയും നിങ്ങളുടെ മുഖത്ത് വ്യാപരിക്കേണ്ട ഒരു ഗ്രേസ് ഉണ്ട് കേട്ടോ. എന്നാ കാരണം എന്നറിയാമോ? Because God has opened the heavens for me. ദൈവം എനിക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നതിനായി. അപ്പൻ തരുന്ന സന്തോഷം ആർക്കും നമ്മൾ ഇന്ന് എടുത്തു കളയാൻ. എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ ശാന്തമായി ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അബ്രഹാമിന് കൊടുത്തു, ലോത്തിന് കൊടുത്തു. ലോത്തിന് കൊടുത്തത് എന്നാന്നറിയാം, നിനക്ക് വേണേ തെരഞ്ഞെടുക്കാൻ ഒരു അവസരമുണ്ട്. ലോത്ത് അങ്ങ് തെരഞ്ഞെടുത്തു നീരോട്ടമുള്ള ദേശം. അബ്രഹാമിനോട് പറഞ്ഞു, കുഞ്ഞെ തെരഞ്ഞെടുക്കുന്നു. അപ്പം അബ്രഹാം പറഞ്ഞു, തമ്പുരാനെ ഒരു തെരഞ്ഞെടുപ്പേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ, നീ തരുന്നത് വല്ലതും ഉണ്ടെങ്കിൽ മതി. കാരണം 12-ാം അധ്യായത്തിൽ സ്വന്തമായിട്ടൊരു തെരഞ്ഞെടുപ്പ് എടുത്ത് പൊളിഞ്ഞു പോയതാണ്. അന്നൊരു തീരുമാനം എടുത്തു, തിരിച്ച് കൂടാരം അടിച്ചെടുത്തും യാഗപീഠം പണിഞ്ഞെടുത്തും തിരിച്ചു വന്നപ്പോൾ ഉള്ളത്തിലൊരു തീരുമാനം എടുത്തു, ദൈവം തരാത്തതൊന്നും എനിക്ക് വേണ്ട. അന്ന് രാത്രി യഹോവ അവന്റെ നടുവിലോട്ട് വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, അബ്രഹാമേ, ഹല്ലേലൂയ, നീ തലയൊന്ന് പൊക്കടാ. എന്റെ ഒരു ഭാവനയായിട്ട് ഈ കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഒന്ന് നോക്കടാ. ഈ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ, പുറത്തോട്ടൊന്ന് വന്നേ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഒന്ന് എണ്ണിക്കേ. എന്റെ അപ്പച്ച എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈ കടൽ തീരത്തെ മണത്തരി ഒന്ന് എണ്ണിക്കേ. യോ, എന്നെ കൊണ്ട് ഒക്കത്തില്ല. ഞാൻ നിന്നെ ഇതുപോലെ 3 വാക്ക് ഞാൻ പറയാം, ശ്രദ്ധിച്ചോണേ. അതിരുകളില്ലാതെ വല്ലവും കൈ വേണോ? കിഴക്കെന്നോ തെക്കെന്നോ വടക്കെന്നോ പടിഞ്ഞാറോ ഇല്ലാതെ, അതിരുകളില്ലാതെ, അളവ് കൂടാതെ വല്ലവും വേണോ? എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാതെ, അന്തമില്ലാതെ വല്ലവും വേണോ? ശാശ്വതമായി. ഇംഗ്ലീഷ് പറയുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയി കേട്ടോ. God's blessing, it is boundless. God's blessing, it is countless. God's blessing, it is endless. അങ്ങനെ വല്ലതും വേണോ? അപ്പനെ തരാൻ കഴിയത്തുള്ളൂ കേട്ടോ. ആ തരുന്നത് ആർക്കും നമ്മൾ ഇന്ന് എടുത്തു കളയാൻ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ദുഃഖമുണ്ട്, പക്ഷെ ദൈവം ഇടപെട്ടതാ കേട്ടോ, വിഷമിക്കണ്ട. ദൈവം ഇടപെട്ടത് അല്ലെ. ഇങ്ങനെ അങ്ങ് പോയിരുന്നെങ്കിൽ കൂട്ടായ്മയും ഇല്ല, പാട്ടും ഇല്ല, പ്രാർത്ഥനയും ഇല്ല, അല്ലേ? ഇപ്പൊ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുറച്ചു നേരം ആണെങ്കിൽ. എന്തൊരു സ്പീഡായിരുന്നു. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ മുമ്പും പിമ്പും ഒന്നും അടയ്ക്കുവാണേ, കുറച്ചുകൂടെ ഒന്ന് അടുത്ത് കിട്ടാനാ കേട്ടോ. ഹല്ലേലൂയ. ഞാൻ മുമ്പും പിമ്പും ഒന്ന് അടയ്ക്കുക കേട്ടോ, നിന്നെ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് കിട്ടാൻ. വിഷമിക്കേണ്ട, മുകൾ വശം ഞാൻ അടച്ചിട്ടില്ല കേട്ടോ, നിനക്കുള്ളതൊക്കെ വരും മുകളിൽ. വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ കൂടുണ്ട്. എന്റെ കൈ നിനക്കായിട്ട് നിന്റെ തോളെ വെച്ചേക്കുക. പിന്നെ മുമ്പിലുള്ളവരെയും പുറകിലുള്ളവരെയും ഒന്ന് അറിയിക്കാതിരിക്കാൻ ഞാൻ അടച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നിന്റെ കുറവ് വേറെ ആരും അറിയണ്ട. നിന്നെ ഞാൻ പൊന്നുപോലെ ഉറച്ചു കൊണ്ടുവരും. ഇന്ന് രാത്രി സംഗീതനക്കാരൻ പറഞ്ഞതുപോലെ ഇതിനൊരു മറുപടി പറയാമോ? ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഹല്ലേലൂയ. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നത കർത്താവേ, സ്തോത്രം. എന്റെ കുറവുകളും എന്റെ പോരായ്മകളും ഇന്ന് രാത്രി ഓർത്താൽ വിഷമിക്കണ്ട, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കാണും. ഹല്ലേലൂയ. There is a visitation. എപ്പോഴാ? ഭയത്തോടെ അകത്തടച്ചിരിക്കുകയാണോ? അവൻ വരും കേട്ടോ. തോറ്റെന്ന് തോന്നുന്നുണ്ടോ? അവൻ വരും കേട്ടോ. ചില വാക്കുകളൊക്കെ ആകപ്പാടെ നിരാശയുടെ ആണോ? അവൻ വരും കേട്ടോ. അവൻ വന്നാലേ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകും കേട്ടോ. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷത്തിനൊരു പ്രത്യേകതയുണ്ട്, ആരും നിങ്ങളിൽ നിന്നത് എടുത്ത് കളയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.
എപ്പോൾ വരും പ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ യേശുവേ മനമേഘേ വേഗം വന്നിടണേ യേശുവേ മനമേഘേ വേഗം വന്നിടണേ മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ വെള്ളത്തിനാ കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ വെള്ളത്തിനാ കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും വിണ്ണവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ വെണ്ണവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നോ നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ചേർന്നോ നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോ ഒരുങ്ങുന്നേ ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോ ഒരുങ്ങുന്നേ പ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും പ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ യേശുവേ മനമേഘേ വേഗം വന്നിടണേ യേശുവേ മനമേഘേ വേഗം വന്നിടണേ യേശുവേ മനമേഘേ വേഗം വന്നിടണേ. ഹല്ലേലൂയ.
ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവം നമ്മോട് വളരെ കൃത്യമായി ഇടപെട്ടു. ദൈവത്തിന്റെ ആ ഇടപെടലിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വേദനം അതിവേഗത്തിൽ ഓടുന്ന ദൈവവചനമാണ്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ ദാസനിലൂടെ ഇന്ന് രാത്രി വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ അതുപോലെ സ്വാധീനിച്ചു, അതുപോലെ പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദുഃഖമുണ്ട് എങ്കിലും ആ ദുഃഖം സന്തോഷമായി മാറും. ആ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. എവിടെയൊക്കെ സന്തോഷം നഷ്ടപ്പെട്ടാലും മാറാത്ത ഒരു സന്തോഷം ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലഭിച്ച ദൈവവചനത്തിനായി ഹല്ലേലൂയ, ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. തിരക്കുകളുടെ നടുവിലും ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് പ്രത്യേക സമയം ക്രമീകരിച്ച ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്ദേശി, അങ്ങനെ തന്നെ പറയണമെന്നാണ് എന്നോട് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വേലയിൽ ദൈവം ഉപയോഗിക്കുന്ന വിലയേറിയ ദാസനായ ദൈവത്തെ സ്തോത്രം ചെയ്യും. ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് വെല്ലുവിളികളും പോരാട്ടങ്ങളൊക്കെ ഈ നാളുകളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം കർത്താവിന്റെ ശുശ്രൂഷയിൽ തന്റെ ദാസനെ ഉപയോഗിക്കുന്ന വിവിധങ്ങളായ മേഖലകൾക്കായി ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാനും ശുശ്രൂഷകൾ ചെയ്യുവാനും പ്രസംഗിക്കുവാനും എല്ലാം ദൈവം നൽകുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഈ രാത്രി ഞങ്ങൾക്കുള്ള സന്തോഷം വാക്കുകളിൽ അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും എല്ലാ ദൈവമക്കളോടും ഞങ്ങൾക്കുള്ള സ്നേഹവും നന്ദിയും വാക്കുകളിൽ അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസന്മാരുടെ സാന്നിധ്യത്തെ ഞങ്ങൾ വലുതായി കാണുന്നു. ദൈവസ്നേഹത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ കൂട്ടു സഹോദരന്മാർക്കൊക്കെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. 12 കാര്യങ്ങൾ ദൈവമക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടുള്ളത്. നമ്മുടെ ഈ പ്രസംഗം, സൂമിൽ നടക്കുന്ന ഈ പ്രസംഗം ഇന്ന് രാത്രി തന്നെ നമ്മൾ യൂട്യൂബിലേക്ക്, എല്ലാ ചൊവ്വാഴ്ചത്തെയും മീറ്റിംഗ് യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് ഈ പ്രസംഗം ഓരോ ചൊവ്വാഴ്ചത്തെ മീറ്റിംഗും ഹെവൻലി യൂത്ത് തല്ലപ്ര യൂട്യൂബിൽ നമുക്കത് ലഭ്യമാണ് എന്ന് പ്രത്യേകമായിട്ട് ദൈവമക്കൾക്ക് അത് പിന്നെയും കേൾക്കുവാനുള്ള അവസരമുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതായ റിസൾട്ടില്, എക്സാമിന്റെ റിസൾട്ടിലെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉന്നതമായ വിജയം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥനയുടെ പിന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ശുശ്രൂഷ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ജസ്റ്റിന് SSLC ആയിരുന്നു. വളരെ നല്ല മാർക്ക് പ്രിയപ്പെട്ട മകന് ദൈവം നൽകി. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സോണ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാം, ക്രിസ്റ്റി, കെസിയ, മരിയ, ഞാൻ കുറച്ചുപേരെ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാ. എല്ലാ കുട്ടികൾക്കും നല്ല വിജയം ദൈവം നൽകിയതിനാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുകയാണ്. പുതിയ അഡ്മിഷന് വേണ്ടി വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് നല്ല നല്ല അഡ്മിഷൻ കിട്ടി ദൈവം അവരൊക്കെ നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയില് വളരെ ആക്റ്റീവായി എല്ലാ ചൊവ്വാഴ്ചയും പങ്കെടുക്കുന്നതാണ് പ്രിയപ്പെട്ട താര ടീച്ചർ. നമുക്കറിയാം, കോതമംഗലം കോട്ടപ്പടി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. ഇപ്പോൾ അവിടുത്തെ ബെസ്റ്റ് ഹെഡ് മിസ്ട്രസ് എന്നുള്ള അവാർഡ് കഴിഞ്ഞ ദിവസം ടീച്ചർക്ക് ലഭിക്കുവാനായിട്ട് ഇടവന്നു. ഞങ്ങൾക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കൂട്ടായ്മയായിട്ട് ദൈവസ്നേഹത്തിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ടീച്ചറെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഞായറാഴ്ചത്തെ മീറ്റിംഗ് 10 മണിക്കാണ്. ദൈവമക്കളെ, ഞായറാഴ്ച മീറ്റിംഗ് അതൊരു പ്രയാസമായി ദൈവമക്കൾക്ക് വരരുത്. എല്ലാവരോടും കൂടി നമുക്ക് ഒരുമിച്ച് അതിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ സിയോൻ മിഷന്റെ ബൈബിൾ ക്ലാസ് ഉണ്ട്. നമുക്കറിയാം, ഈ നാളുകളിൽ ബൈബിൾ ക്ലാസ് ഇപ്പൊ ആന്ത്രോപോളജി സബ്ജക്ട് നടക്കുകയാണ്. ദൈവമക്കൾ അതിൽ പങ്കെടുക്കുക. ഓൺലൈനാണല്ലോ, നമുക്കതിൽ പങ്കെടുക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബോണിയുടെ ഫാദറിന് വേണ്ടി ദൈവമക്കൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സാഹചര്യം അങ്ങനെയാണ്. ദൈവമക്കൾ മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തിയാണ്. പ്രിയപ്പെട്ട ബാബു സോദരൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ജോണം വർഗീസ് സാറ് ആശീർവാദത്തോടുകൂടി നമുക്ക് പിരിയുവാനായിട്ട് സാധിക്കും. ആശീർവാദത്തിന് മുമ്പായിട്ട് ബാബു സോദരൻ ലൈനിലുണ്ടല്ലോ അല്ലെ, ഒരു വാക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാ വിഷയത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഒരു കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുകയാണ്. കർത്താവെ, പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവെ ഇറങ്ങി വന്ന് ഞങ്ങളെ കരം പിടിച്ച് കർത്താവെ ഒറ്റപ്പെടലിന്റെ എല്ലാം നടുവിൽ കർത്താവെ ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു നല്ലവനായ കർത്താവ് ഞങ്ങൾക്കുള്ളതിനോട് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവദാസനെ കർത്താവെ ഞങ്ങളുടെ നടുവിൽ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചതിനായിട്ടല്ല ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, ഞങ്ങളെല്ലാം ഭയപ്പെട്ടിരിക്കുന്ന, പേടിച്ചിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ കർത്താവെ ഞങ്ങൾക്ക് ബലം നൽകുന്ന വചനവുമായി കർത്താവെ ഞാൻ ദൈവദാസനെ ഉപയോഗിച്ചതിനായി പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി പറയുകയാണ്.
എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അജിതദാസനെ നീ അനുഗ്രഹിക്കുന്നത് കുടുംബമായി മുന്നോട്ടുള്ള യാത്രയിലെല്ലാം കർത്താവ് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ തുടർന്ന് കർത്താവെ ഞങ്ങൾ അരോഗികളായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ബോഡിയുടെ ഫാദറിന് വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. നീ അല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ആരുമില്ല കർത്താവെ. പൂർണ്ണമായിട്ട് നിന്റെ കരങ്ങളിൽ വെച്ച് തരികയാണ്. സൗഖ്യമാകുന്ന നിന്റെ അത്ഭുതക്കാരൻ കർത്താവെ പ്രിയ മകന്റെ മേലെ നീട്ടി കർത്താവെ നീ സൗഖ്യത്തെ അയക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയാണ്. അതുപോലെ ദിശയിലായിരിക്കുന്ന അതിൽ പ്രിയ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ മറ്റുള്ള എല്ലാവരെയും പേരുപേരായിട്ട് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഐക്യതയോടെ ഒരു മനസ്സോടെ കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഈ കുഞ്ഞുങ്ങൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ വചനം കേട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഒറ്റപ്പെടുന്ന നടുവിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, പ്രതിസന്ധിയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. അവർക്ക് ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ ഹല്ലേലൂയ അവരുടെ നടുവിലേക്ക് നീ ഇറങ്ങി വരണമേ. ആശ്വാസദായകനെ ഒറ്റപ്പെടുന്ന നടുവിൽ കർത്താവെ സന്തോഷത്തോടെ ആ ശിഷ്യന്മാർ മടങ്ങിപ്പോയതുപോലെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയതുപോലെ ഞങ്ങൾക്ക് മടങ്ങിപ്പോകുവാൻ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരുവാൻ സ്വന്തം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് വചനം കേട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. നിന്റെ കൃപ കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവെ സംസാരിച്ചു കൊണ്ടിരിക്കണം. എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. മുന്നോട്ടുള്ള എല്ലാ യാത്രയിൽ നീ കൂടെ ഇരിക്കണം. നിങ്ങൾ കൂട്ടായ്മയെ അനുഗ്രഹിക്കണം. മഹത്വം നീക്ക് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ജോണമറി സാറ്. ജോണമറി സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് ആശീർവാദം പറയാമോ? കർത്തൃ പ്രാർത്ഥന ആശീർവാദം. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ട് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുകയും വഴി നടത്തിയ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടുകൂടെയും ദാസനോടുകൂടെയും രോഗത്തിൽ ഭാരതിക ദൈവമക്കളോടുകൂടെയും ഞങ്ങളെ കൂട്ടായ്മയോടുകൂടെയും ഈ ഭൂമി സംബന്ധം എല്ലാ ദൈവമക്കളോടും എന്നും ഒന്നാളുണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയനക ദൈവത്തെ കരങ്ങൾ വെച്ച് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു വരണമേ. ആമീൻ.